നമ്മുടെ പിന്നെ പട്ടികജാതി പട്ടികവർഗർക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ മുമ്പ് പലരും മുമ്പോട്ട് നയിച്ചിട്ടുള്ള നമ്മുടെ അയ്യങ്കാളിയെ പോലുള്ളവർ മുമ്പോട്ട് നയിച്ചിട്ടുള്ള പല വിപ്ലവങ്ങളുമുണ്ട്. അതിൽ ഒരു വിപ്ലവമായി മുമ്പോട്ട് പോകുന്നത് വെങ്ങാനൂർ തെരുവിലൂടെ അഗ്നിശലാക പോലൊരു കാളവണ്ടി യാത്രയാണ്. അതേപോലെ ഡോക്ടർ അംബേദ്കർ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യ സ്വതന്ത്രയായപ്പോഴേക്കും പ്രത്യേക സംവരണം വേണമെന്ന് ഡോക്ടർ അംബേദ്കർ ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിച്ചപ്പോൾ ഗാന്ധിജി നിരാഹാരം കിടന്നു. ആ നിരാഹാരം കിടത്ത് അദ്ദേഹം മരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇറങ്ങിയ അല്ലെങ്കിൽ ഡോക്ടർ അംബേദ്കർ ഇറങ്ങി മുമ്പോട്ട് പോയ കാൽപാദങ്ങളെ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം അത് പൂർണ്ണമാക്കിയതിന് ശേഷമേ അദ്ദേഹം വന്ന് കണ്ടിട്ടുള്ളൂ. ആ പിന്തുടർച്ചയായിട്ട് അവർക്ക് നമ്മുടെ സമുദായത്തിന് വേണ്ടി അല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് SC/ST കോടതികൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും SC/ST കോടതികളിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് GP-മാരെ നിയമിക്കുന്നുണ്ട്. ആ GP-മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശുഷ്കാന്തിയുള്ള പ്രവർത്തനമാണോ, അത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് നീതിയുക്തമായ രീതിയിലാണോ അവർ പ്രവർത്തിക്കുന്നത്? ഇത് സർക്കാരിന് തിരിഞ്ഞു നോക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ചില കോടതികളിൽ നോക്കുകുത്തിയായ ചില GP-മാരിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർ ഉൾപ്പെടെ അവരുടെ ജാതിയിൽ നിന്നുകൊണ്ട് തന്നെ GP-മാർ വരുന്നത്. പക്ഷേ അവരുടെ പ്രവർത്തന ശൈലി നേരെ തിരിച്ചാണ്. ഒരു GPA എന്ന് പറയുന്നത് ഒരു ജില്ലയിലെ ഒരു GPA കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ദൈവത്തിനെ കാണുന്നത് പോലെ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, മിണ്ടാൻ അനുവദിക്കുന്നില്ല, സാക്ഷിയൊക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നാൽ അദ്ദേഹം നടത്തിയ കേസുകളെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. ആ കോടതിയെ സംബന്ധിച്ച് പറയുന്നത് പ്രതികൾക്ക് കേസ് നടത്താൻ എളുപ്പമാണ്, വാദിക്ക് കേസ് നടത്താൻ പ്രയാസമാണ്. ഈ വർഷങ്ങൾ കൊണ്ട് നോക്കണം. ആ GP അവിടെ വന്നതിന് ശേഷം എല്ലാ ജില്ലകളും നോക്കണം. അതിൽ ഒരു ജില്ല പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് ഞാൻ പേര് പറയുന്നില്ല. ആ GP-ക്കെതിരെ നിയമവകുപ്പ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കണം. പരാതിയുടെ അന്വേഷണം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആ GP-യെ പ്രത്യേകിച്ച് പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നടത്തിയ കേസുകൾ നോക്കണം. എത്ര കേസുകളാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? കയ്യും കാലും ഒടിച്ച് ഒരു ദളിത് സ്ത്രീകൾ വന്നാൽ അവർക്ക് പോലും നിയമപരമായി കിട്ടേണ്ട പരിരക്ഷ ഉറപ്പുവരുത്തി അവർക്ക് തെളിവുകൾ ഹാജരാക്കി ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു GP-യെ, ആ തെളിവുകൾ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി കൊടുക്കാനുള്ള ഒരു GP-യെ അവിടെ വച്ചിരുന്നിട്ട് എന്താ ഗുണം? അദ്ദേഹത്തിൻ്റെ GP-ആയി എടുക്കുമ്പോഴേക്കും അവരെ നോക്കണം, അവരെത്ര കേസ് നടത്തി പരിചയമുണ്ടെന്ന്. അതില്ലാതെ ഒരു GP-യെ നിയമിക്കുമ്പോഴേക്കും ആ GP-യുടെ ഓഫീസിൽ പോയി വാദിക്കോ സാക്ഷികൾക്കോ സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാവണം, അവരെ മൊഴിപെടുപ്പിക്കണം. അവരെ രാത്രി അവരുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല വീട്ടിൽ വിളിച്ച് മൊഴി പഠിപ്പിക്കാനും സ്ത്രീകളെ വിളിക്കേണ്ടത്. അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അടിയന്തരമായിട്ട് നിയമപരമായി GP-മാരുടെ ഈ SC/ST കോടതികളിലെ GP-മാരുടെ നിയമനവും ആ GP-മാരുടെ ക്വാളിറ്റികളും വ്യക്തമായി പരിശോധിക്കണം. അവർ നടത്തുന്ന കേസുകളുടെ മെരിറ്റ് നോക്കണം. നിർബന്ധമായിട്ട് സർക്കാർ നോക്കേണ്ട അത്യാവശ്യമാണ്. കാരണം പിണറായി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇവിടെ പിറകോട്ടടിക്കുന്ന ചില സ്വഭാവങ്ങൾ, ചില പുഴുക്കുത്തുകളായ GP-മാർ പ്രവർത്തിക്കുന്നതിന് ഗവൺമെൻറ് അടിയന്തരമായി നിയമവകുപ്പ് സെക്രട്ടറി അടിയന്തരമായി പരിശോധിച്ച് ഉത്തമമായ മാർഗമുണ്ടാക്കിയേ തീരും.